ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. ഈ പ്ലം കേക്ക് നമ്മൾ ഓവനിൽ അല്ലാണ്ടാണ് ചെയ്യുന്നത് കേട്ടോ, സ്റ്റൗവിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അതുപോലെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്, നമ്മൾ റമ്മ ഒന്നും ചേർക്കാണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ ഈ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് റെസിപ്പികളൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അതുപോലെ അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ എല്ലാ റെസിപ്പികളും കണ്ട് സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇനിയും കാണുക, നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ചെയ്യാനുള്ളൊരു പ്രചോദനം നിങ്ങളാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് മുന്തിരി ജ്യൂസാണ് ഞാൻ ഒഴിക്കുന്നത്. ഇത് നമ്മൾ വെള്ളമോ പഞ്ചസാരയോ ചേർക്കാത്ത മുന്തിരി ജ്യൂസാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈന്തപ്പഴം, ഡ്യൂട്ടി ഫ്രൂട്ടി, അതുപോലെ ബദാം, അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ഇതാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം 1 കപ്പ് ഉണ്ടാവും ഞാനിപ്പോൾ എടുത്ത ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇതിൽ ചേർക്കുക, അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇത് നമ്മൾ ഈ മുന്തിരി ജ്യൂസിലിട്ടിട്ട് 1 മണിക്കൂറാണ് ഞാനിവിടെ കുതിർത്ത് വെക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മണിക്കൂറോ 3 മണിക്കൂറൊക്കെ ഇട്ട് വെക്കാം. 1 മണിക്കൂർ ഇട്ടാൽ ഇത് ശരിക്കും സോക്കാവും. ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്കുള്ള കാരമൽ റെഡിയാക്കാം. അതിനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത്. പഞ്ചസാര ഇട്ട സമയം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇത് കാരമലായി വരുന്ന സമയത്ത് നമ്മൾ ശരിക്കും കാരമലായി വരുന്ന സമയത്ത് മാത്രം ഇളക്കി കൊടുക്കുക കേട്ടോ. ഇല്ലഞ്ഞാൽ നമ്മുടെ തവിയിലൊക്കെ അങ്ങോട്ട് ഒട്ടിപ്പിടിക്കുന്നത്. ചെറിയ തീയിലിട്ടിട്ട് ചെയ്യുക. പഞ്ചസാര കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കിനും ആ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നമ്മുടെ പഞ്ചസാര ചെറുതായിട്ട് ഇങ്ങനെ മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക, ചട്ടിയാണെങ്കിലും എന്താണെങ്കിലും കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര ശരിക്കും ഉരുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും കളർ മതി. ഒരുപാട് കളറാക്കിയെടുത്താൽ ചിലപ്പോൾ കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം 1/2 കപ്പും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ച് മാറി നിന്നിട്ട് ഒഴിക്കുക. തീ നന്നായിട്ട് ചെറുതാക്കിയതിന് ശേഷം മാത്രം വെള്ളം ഒഴിക്കുക കേട്ടോ. ഇല്ലഞ്ഞാൽ അത് മേൽക്കൊക്കെ തെറിച്ചിട്ട് പൊള്ളിപ്പോവും. ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ചൊന്ന് വറ്റി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കുള്ളൊരു പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള പൊടിയൊന്ന് അരിച്ചെടുക്കണം. 1/2 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ. 1/2 കപ്പ് പറഞ്ഞാൽ കപ്പ് ഞാൻ മേലെ ശരിക്ക് വടിച്ചെടുത്തിട്ടുള്ള കപ്പാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ കൂടി പോകരുത് കേട്ടോ, 1 ടീസ്പൂൺ മതി. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പക്കാരം ആണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടിക്കാനുള്ളതാണ് 2 പട്ട, 3 ഏലക്ക, 3 ഗ്രാമ്പു, പിന്നെ കുറച്ച് ജാതിക്ക പൊടിച്ചതാണ്. ഇതും കൂടെ നമുക്ക് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം അങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അത്. പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിക്കുകയാണെങ്കിൽ നല്ലോണം പൊടിഞ്ഞ് കിട്ടും. ഇതിപ്പോൾ ഞാനൊരു 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ബൗളെടുക്കുക. അതിൽ വെള്ളത്തിൻ്റെ നനവൊന്നും ഇല്ലാത്തൊരു പാത്രമായിരിക്കണം കേട്ടോ. ഇതിലേക്ക് 2 കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലിയ മുട്ട ആയതുകൊണ്ട് 2 മുട്ട എടുക്കുന്നത്. അപ്പോൾ ചെറിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ 3 മുട്ട വേണ്ടി വരും. വലിയ മുട്ടയാണെങ്കിൽ 2 മുട്ട മതി കേട്ടോ നമുക്ക്. ഇനി ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ബീറ്റർ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ബീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി ബീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വിസ്കോ അല്ലെങ്കിൽ ഒരു തവിയോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. ബീറ്റർ ഇല്ലെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ബീറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ ബീറ്റർ യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. അപ്പോൾ മൊത്തം 1 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. 1/2 കപ്പ് നമ്മൾ കാരമൽ ചെയ്തു, 1/2 കപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ചേർക്കാം.
അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. വാനില എസൻസിൻ്റെ ടേസ്റ്റ് കൂടി പോകാൻ പാടില്ല, പ്ലം കേക്കിൽ അത് മുന്നിട്ട് നിൽക്കാൻ പാടില്ല. അപ്പോൾ ഈ മുട്ടൻ്റെ ആ ഒരു സ്മെല്ല് പോകാൻ വേണ്ടി മാത്രം ഞാൻ കുറച്ച് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. വാനില എസൻസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക, എന്നാലേ നമ്മുടെ ആ ഒരു മുട്ടൻ്റെ സ്മെല്ല് പോവുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കാരമൽ ചെയ്ത് വെച്ചിട്ടുള്ളത് തണുത്തിട്ടുള്ളതാണത്, അതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ തണുക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു തേനിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ആവേണ്ടത് കേട്ടോ. ഇതിലേറെ കട്ടിയായി പോവരുത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ചൂടോട് കൂടി നിങ്ങൾ ഒരിക്കലും ഒഴിക്കരുത് കേട്ടോ. റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം മാത്രമേ നിങ്ങൾ ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ മതി, പുറത്ത് തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, തണുത്തോളും. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് അരിച്ച് വെച്ചിട്ടുള്ള പൊടിയാണ് ചേർക്കേണ്ടത്. ഇത് കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നിച്ച് എല്ലാം കൂടെ ഇടരുത് കേട്ടോ. എപ്പോഴും കേക്ക് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. കുറേശ്ശെ ഇട്ടിട്ട് ഇളക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ കേക്ക് മിക്സ് നമ്മൾ റെഡിയാക്കുമ്പോഴും തന്നെ ഒരു ഭാഗത്തേക്ക് മാത്രമേ നമ്മൾ ഇളക്കാൻ പാടുള്ളൂ, മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഒക്കെ ഒരുപാട് പ്രാവശ്യം ചെയ്തവർക്കൊക്കെ അറിയാൻ പറ്റും. ആദ്യമായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ മിസ്റ്റേക്കൊക്കെ വരുള്ളൂ. അപ്പോൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും കുറേശ്ശൊക്കെ മിസ്റ്റേക്കൊക്കെ സംഭവിക്കും. നമ്മൾ ചെയ്തിങ്ങനെ ശീലമാകുമ്പോൾ നമുക്കും തന്നെ ഓരോ മിസ്റ്റേക്ക് നമ്മളിത് മനസ്സിലാവും. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആ ഗരം മസാലേൻ്റെയും അതുപോലെ തന്നെ കാരമൽ ഷുഗറിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മെഷർമെൻ്റ് ആണെങ്കിൽ ഇതേ കൺസിസ്റ്റൻസി തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അതിലേക്ക് കുറച്ച് മൈദ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മൈദ ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വിചാരിച്ചാൽ നമ്മൾ ബേക്ക് ആയി വരുന്ന സമയത്ത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ അടിയിൽ പോയി നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് മൈദ ഇട്ടിട്ട് ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഡ്രൈ ഫ്രൂട്ട്സ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം കേട്ടോ. ഒരുപാട് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ 1 കപ്പാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇതന്നെ നമുക്ക് എല്ലാ ഭാഗത്തും കടിക്കാനുണ്ടാവും. ഇപ്പോൾ കേക്ക് മിക്സ് നമ്മളിത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കേക്ക് ടിന്ന് റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് ഓയിൽ തേച്ചിട്ട് ഞാൻ പൊടിയൊന്ന് തൂവി വെച്ചിട്ടുള്ളതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് കേക്ക് ടിന്ന് റെഡിയാക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മുടെ മിക്സ് ഒഴിക്കുന്നുണ്ട്. കേക്ക് ടിന്നും തന്നെ നിങ്ങൾക്ക് കുറച്ച് ഹൈറ്റുള്ള കേക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ടിന്നിൽ ഒഴിക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് വലിയ ടിന്നിലായാലും കുഴപ്പമൊന്നുമില്ല. ഹൈറ്റിനാണ് ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. പിന്നെ ബേക്കാവുന്ന സമയത്തിലും കുറച്ച് ഡിഫറൻസ് വരും കേട്ടോ, നമ്മുടെ ടിന്നിനനുസരിച്ചിട്ടുള്ള. അപ്പോൾ കേക്ക് മിക്സ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നമ്മളൊന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ നമ്മുടെ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്യുക കേട്ടോ. ഇല്ലെങ്കിൽ മുകളിലിങ്ങനെ ഇങ്ങനെ കുമിളകളായിട്ട് ഇങ്ങനെ നിൽക്കും കേക്ക് ബേക്കായി വരുന്ന സമയത്ത്. ഇനി ഇത് ഞാൻ സ്റ്റൗവിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് ഞാനൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രം ഞാൻ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള പാത്രമാണ് കേട്ടോ. ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയ പാത്രമായിരിക്കണം. ഇതിലേക്ക് നമ്മുടെ കേക്ക് ടിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ തുറക്കാൻ പാടുള്ളൂ. അതിനു മുമ്പ് തുറക്കരുത്. തുറന്ന് കഴിഞ്ഞാൽ മേളത്തെ ഭാഗം അടിക്ക് കുഴിഞ്ഞു പോവും. അപ്പോൾ കേക്ക് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ തുറന്നിട്ടുള്ളത്. അപ്പോൾ മുഴുവനായിട്ട് കേക്ക് ബേക്ക് ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ വെച്ചിട്ടൊന്ന് ഒരു ഗാർണിഷിന് മാത്രം ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിതൊരു 5 മിനിറ്റും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളൊക്കെ ശരിക്കും വേവായി കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കേക്ക് മുഴുവനായിട്ട് പൊങ്ങി വന്നതിന് സമയത്ത് മാത്രമേ നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ കേക്ക് താന്നു പോവും. ഇപ്പോൾ നമ്മുടെ 5 മിനിറ്റ് കൊടുത്തത് ആ ടൈമും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നമ്മുടെ ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ കേക്ക് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ
ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സൈഡൊക്കെ വിട്ട് വരുന്നൊരു പരുവാവും. തണുത്ത് കഴിഞ്ഞാൽ തന്നെ അത് സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ കേക്ക് റീമോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അത്. നിങ്ങൾ സെയിം മെഷർമെൻറ്റ് തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ ഞാൻ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾ കേക്ക് തുറന്നിങ്ങനെ നോക്കരുത്. 30 മിനിറ്റ് കഴിയാണ്ട് നിങ്ങൾ ഒരിക്കലും തുറക്കരുത് കേട്ടോ കേക്ക്. അപ്പോൾ ഏത് കേക്ക് ചെയ്യുകയാണെങ്കിലും കേക്ക് മുഴുവനായിട്ട് പൊങ്ങിയതിന് ശേഷം മാത്രം തുറക്കുക. അല്ലെങ്കിൽ കേക്ക് താഴ്ന്നു പോകുമ്പോൾ മേൾഭാഗം കുഴിയലാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.